ഹലോ ഗൈസ്, കഴിഞ്ഞ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ച ചോദ്യമായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെ കുറിച്ച് അല്ലേ. പക്ഷെ അത് ചോദിച്ചത് കേരളത്തിലെ പദ്ധതികളായിരുന്നു. അപ്പോൾ കേരളത്തിലെ പദ്ധതികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അതിന് ഉത്തരങ്ങൾ അറിയുന്നുണ്ടാവും. നമ്മുടെ സെൽഫ് ഹെൽപ്പിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കുടുംബശ്രീയിലെ നമ്മൾക്ക് തന്നെ വരുന്ന അയൽക്കൂട്ടം പറയാം, അതുപോലെ കുടുംബശ്രീ പറയാം, അതേപോലെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊന്നാണ് ഇത് MGNREGS അല്ലേ. MGNREGS എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നതാണ് ഈ പറഞ്ഞ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ ഇത് മൂന്നുമാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്തായാലും അത് കഴിഞ്ഞു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വേറെ ഒന്നുമല്ല, ഇതുപോലെ തന്നെ കഴിഞ്ഞ നമ്മുടെ മോഡൽ എക്സാമിന് വന്നതുപോലെ തന്നെ ഈ പറയുന്ന ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു 8 മാർക്കിൻ്റെ ചോദ്യമാണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാവും. ലിസ്റ്റ് ദ കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. ദാരിദ്ര്യത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലേ. അതിൽ ഏതെങ്കിലും കാരണങ്ങൾ നിങ്ങൾ എഴുതിയേക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു 5 or 4 കാരണങ്ങൾ എഴുതുക. എത്രണ്ണം? 4 എണ്ണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക. ഇത് മിനിമം ആണ് പറഞ്ഞത് 4 എണ്ണം. ഈ 4 എണ്ണം എന്ത് ചെയ്യണം, നിങ്ങളെന്ത് എഴുതണം, കൃത്യമായിട്ട് വൃത്തിയായിട്ട് നോക്കി എഴുതണം. വൃത്തിയായിട്ട് നിങ്ങളോട് കഴിയുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, അനലൈസ് ദ പോളിസീസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ പോവർട്ടി അലിവേഷൻ. ഇന്ത്യയിൽ പോവർട്ടി അലിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം അല്ലേ. അതിനുവേണ്ടി ഗവൺമെൻറ് തയ്യാറാക്കിയ പദ്ധതികളെക്കുറിച്ചാണ് ചോദിക്കുക. പദ്ധതികളെക്കുറിച്ചും ചോദിക്കാം. അതേപോലെ എന്ത് ചെയ്യാം, രണ്ടാമത് അല്ലെങ്കിൽ നിങ്ങളോട് ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ്, അതായത് നമ്മുടെ അപ്രോച്ചസ്. ഓക്കെ, 3 അപ്രോച്ചസ് ചോദിക്കും. ഓക്കെ, അപ്രോച്ചസ് ഏതൊക്കെയായിരുന്നു പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സമീപനങ്ങൾ എത്ര ഉണ്ട്? 3 എണ്ണമാണ് ഉള്ളത്. എത്ര ഉള്ളത്? 3 എണ്ണമാണുള്ളത്. അതിനെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ചോദ്യം വരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കോസസ് അല്ലെങ്കിൽ എന്ത് പറയുന്നു, കാരണങ്ങൾ എന്ന് പറയുന്നത് താഴെ പറഞ്ഞു നോക്കിക്കോളൂ. ഒന്നാമത്തത് അൺഎംപ്ലോയ്മെൻറ്റ് അഥവാ തൊഴിലില്ലായ്മ അല്ലേ. നമ്മുടെ കൈവശം തൊഴിലില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, നമ്മുടെ കൈവശം വരുമാനം ഉണ്ടാവില്ല. വരുമാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ദാരിദ്ര്യം വരും. എല്ലാവർക്കും ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. രണ്ടാമത്തത് ലോ ഇൻകം അഥവാ താഴ്ന്ന വരുമാനം എന്നല്ല, കുറഞ്ഞ വരുമാനം എന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയാം കേട്ടോ. അപ്പം ജോലി ഇല്ലെങ്കിൽ എന്ത് ഉണ്ടാവില്ല, വരുമാനം ഉണ്ടാവില്ല. അതുകൊണ്ട് കുറഞ്ഞ വരുമാനം മറ്റൊരു കാരണമാണ്. ഇനി മൂന്നാമത്തെ ഹയർ ലെവൽ ഇല്ലിറ്ററസി എന്ന് വെച്ചാൽ ഉയർന്ന തരത്തിലുള്ള നിരക്ഷരത. എഴുത്തും വായന അറിയാത്തവരാക്കി ഇന്നത്തെ കാലത്ത് ജോലി കിട്ടുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതും ദാരിദ്ര്യത്തിൻ്റെ കാരണമാണ്. ലാക്ക് ഓഫ് അസറ്റ്സ് പറഞ്ഞാൽ സ്വന്തമായിട്ട് ആസ്തികൾ, നമ്മുടെ പേരിൽ സ്വത്തുക്കൾ ഉണ്ടാവണം. സ്വത്തുക്കൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ദാരിദ്ര്യത്തിന് കാരണമാവും. ഇൻഡെപ്റ്റ്നെസ് എന്ന് പറയുന്നതിന് കടബാധ്യത. ഓക്കെ, ഒരാൾക്ക് അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പൈസ ഇല്ലാതെ വരുമ്പോഴത്തേക്കും അയാൾ കടം വാങ്ങും അല്ലേ. ഇങ്ങനെ കടം വാങ്ങി എന്ത് ചെയ്യും, കടബാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുക. ഇന്ത്യയിൽ ഈ കടബാധ്യത കൂടുതൽ വർദ്ധിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഉത്തരം വേറെ ഒന്നുമല്ല, കർഷകരാണ് കേട്ടോ. കർഷക ആത്മഹത്യകൾ വളരെ കൂടുതലുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞത്. ഒരു വർഷം കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് കേരളത്തിൽ അല്ല, ഇന്ത്യയിൽ മൊത്തം 11,000-ൻ്റെ മുകളിൽ കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആൻഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനീക്വാളിറ്റീസ് എന്ന് വെച്ചാൽ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള അസമത്വങ്ങൾ എന്ത് ചെയ്യും, ഇതിന് കാരണമാണ്. സാമ്പത്തിക അസമത്വങ്ങൾ എന്ന് പറയുന്നത് റിച്ച് ആൻഡ് പുവർ ഗ്യാപ്പ് അല്ലേ. റിച്ച് ആൻഡ് പുവർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ദരിദ്രരും അതേപോലെ തന്നെ പാവപ്പെട്ടവരും പണക്കാരും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഇതൊക്കെയാണ് കാരണങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഒരു 5 എണ്ണമല്ല 6 എണ്ണം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മിനിമം 5 എണ്ണം നിങ്ങൾ പഠിച്ചേക്കുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ പദ്ധതികൾ വെച്ചിട്ട്. അതിൽ 4 ടൈപ്പ് പദ്ധതികളുള്ളത്. അതിൽ ഒന്നാമതിന് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ്, സ്വയം തൊഴിൽ പദ്ധതികൾ എന്നാണ് ഇതിൻ്റെ മലയാളം അല്ലേ. സ്വയം തൊഴിൽ പദ്ധതികൾ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ സ്വയം തൊഴിൽ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ, മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായിട്ടൊരു സെൽഫായിട്ടൊരു ബിസിനസ് നടത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാമുകളായിരുന്നു. ഒന്നാമത്തെയാണ് റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം അഥവാ REGP. രണ്ടാമത്തെ പ്രൈം മിനിസ്റ്റർ റോസ്ഗർ യോജന PMRY എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗർ യോജന SGSRY എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോസ്ഗർ യോജന SGSY. ആൻഡ് ഫിഫ്ത്ത് വൺ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് പറഞ്ഞാൽ NRLM എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 5 പ്രോഗ്രാംസ് നമ്മൾ പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് അറിയണ്ടേ, വേണം, നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ പ്രോഗ്രാമാണ് വേറെ ഇതല്ല, വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയും, കൂലിത്തൊഴിൽ പദ്ധതികൾ. ഓക്കെ, അല്ലെങ്കിൽ കൂലിത്തൊഴിൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ്സൊന്നും തുടങ്ങുന്നില്ല, പക്ഷേ മറ്റൊരാളുടെ കീഴിൽ തന്നെയാണ് ജോലി ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് ഈ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തേന് ഈ പറഞ്ഞ REGP എന്ന് പറഞ്ഞാൽ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കുക, REGP എന്ന് പറയുമ്പോൾ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടിയും പ്രോഗ്രാം എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ പേര് വേറെ ഇതല്ല, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലേ, മഹാത്മാഗാന്ധി, ആ പേരിൽ അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം ഇപ്പോൾ അറിയപ്പെടുന്നത്. കൊണ്ടുവന്ന വർഷം 2005 ആണെങ്കിലും നടന്നു തുടങ്ങിയ വർഷം എന്നാണ് 2006 മുതൽ കേട്ടോ വർക്കിംഗ് ആയി തുടങ്ങിയത്. നെക്സ്റ്റ് രണ്ടാമത്തേന് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ഓക്കെ, ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്താണ്, ഇതുപോലെ കൊണ്ടുവന്ന സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം അല്ല, വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമാണ്. മൂന്നാമത്തെ അവസാനമായിട്ട് സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗർ യോജന SGRY എന്ന് പറയുന്നതും ഇതുപോലുള്ളൊരു പദ്ധതിയായിരുന്നു. ഇനി നമുക്ക് വരുന്നത് മൂന്നാമതായിട്ടും നാലാമതായിട്ട് വരുന്ന 2 പേരുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം, നമ്മൾ ഏതൊക്കെ പറയാം, ഓൾഡ് ഏജ് പെൻഷന്,
അതുപോലെ തന്നെ സ്കോളർഷിപ്പുകൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ മെഡിക്കൽ അസിസ്റ്റൻസ്, ഈ പറഞ്ഞ മെഡിക്കൽ ഇൻഷുറൻസ്, ഇതൊക്കെ എന്താണ് ഗവൺമെൻറ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാമുകളാണ്. ഇനി അതേപോലെ മറ്റൊന്നാണ് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം പറയുന്നത് എന്താണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ICDS, ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതുപോലെ അന്ത്യോദയ അന്നയോജന പ്രോഗ്രാം, അന്നപൂർണ സ്കീം, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണ്ടേ വേണം. വൃത്തിയായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണേ. മക്കളെല്ലാവരും എജുപോർട്ട് ലൈവിലേക്ക് വരാം. നമ്മുടെ എക്സാമിൻ്റെ തൊട്ട് തലേന്നും മോർണിംഗിനുമായിട്ട്, അതേപോലെ എക്സാമിൻ്റെ ദിവസത്തിൻ്റെ തലേന്ന് രാവിലെയുമായിട്ട് ലൈവ് ഉണ്ടായിരിക്കും. ആ ലൈവ് ക്ലാസ്സിൽ എല്ലാവരും വരുന്ന വിശ്വാസത്തിൽ തൽക്കാലം ഞാൻ മൈൻഡ് ചെയ്യുന്നു. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽ സബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൺ. ബൈ.